റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ. ബുദ്ധിമാന്യമുള്ള കുഞ്ഞിനെയും കൊണ്ട് അമ്മ അവിടെ നിൽപ്പുണ്ട്. ആ കുഞ്ഞ് വളരെ അസ്വസ്ഥനായിട്ട് പെരുമാറുന്ന കുട്ടിയാ. ഒറ്റയ്ക്ക് അവനെ ഇരുത്തിയിട്ട് പോകാൻ അമ്മയ്ക്കാവില്ല. ആ സ്ത്രീയുടെ ശരീരഭാഷ തന്നെ അവൾക്ക് ചില അത്യാവശ്യങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് നല്ല സംവേദനത്തിന്റെ കൃപയുള്ള ഈ പുരോഹിതൻ ആ പ്രിയപ്പെട്ട അമ്മയോട് ചോദിക്കുക, അമ്മേ, എന്തെങ്കിലും അത്യാവശ്യത്തിന് എവിടെങ്കിലും പോകണമെങ്കിൽ, ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കോ വല്ലതും പോകണമെങ്കിൽ കുഞ്ഞിന് ഞാൻ അല്പനേരം വേണമെങ്കിൽ നോക്കാം. ചോദിച്ചു തീർന്നില്ല. അമ്മ തന്റെ കാര്യം പറഞ്ഞ് അവൾ പോവുകയും കൃത്യമായിട്ടും പറയാതെ മനസ്സിലാകുന്ന ഭാഷ. നോമ്പുകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞേ അറിയൂ എന്ന് വാശി പിടിക്കാതെ, പറയാതെ പ്രിയപ്പെട്ടവനെ അറിയാൻ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ, ഒരു ദീർഘനിശ്വാസത്തിന് പോലും ഒരുവന്റെ അകത്തെ വെളിപ്പെടുത്താനായിട്ട് പ്രാപ്തിയുണ്ടെന്ന് തിരിച്ചറിയും. ബസ്സിനകത്ത് പതിവായി കാണുന്ന കച്ചവടവും പലവിധ പരിപാടികളും. അതിനിടയിൽ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു ചെറിയ കാർഡ് അടിച്ച്, നമ്മളൊക്കെ കണ്ട കാഴ്ചകളാണ്. ആ കാർഡ് കാണാൻ പോലും നമ്മൾ ആരും താല്പര്യം കാട്ടാറില്ല. എല്ലാ ഇരിക്കുന്ന ആളുകളുടെ മടിയിലും വെച്ച് ഒരു റൗണ്ട് കഴിഞ്ഞ് മടങ്ങിയ കാർഡിനൊപ്പം കൈനീട്ടിക്കിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ, താല്പര്യമില്ലാതെ ഒട്ടും നോക്കാതെ കാർഡ് മടക്കി കൊടുക്കുമ്പം അവസാനത്തെ ഒരു ചെറിയ വരി എന്ന് സ്വന്തം ഈശ്വരൻ, അയാളുടെ പേരാ. അറിയാതെ മനസ്സിനെ അത് ഭാരപ്പെടുത്തുകയും മറ്റൊന്നുമല്ല. ഈ രൂപത്തിലും ഈശ്വരൻ നമ്മുടെ മുൻപിലൂടെ കടന്നുപോകും. സ്നേഹത്തിന്റെ ഭാഷയൊക്കെ പുതിയ കാലം അവർക്കിഷ്ടമുള്ള രീതിയിലേക്ക് രൂപാന്തരപ്പെടും. സൗഹൃദത്തിന്റെ ഭാഷയ്ക്കൊക്കെ പുതിയ മാനങ്ങളും ചൈതന്യങ്ങളും കൊടുക്കും. ബന്ധങ്ങളെ കുറേയും കൂടെ ആർദ്രമാക്കണം.